കൃഷ്ണ, ചിത്രകേതു ചരിതം നമ്മൾ തുടരുകയാണ്. ചിത്രകേതു കഠിനമായ തപസ്സുകൾ ചെയ്ത് ഒടുവിൽ വിദ്യാധരാധിപത്യം കരസ്ഥമാക്കുന്നതും പിന്നീട് ഒരു തികഞ്ഞ വിഷ്ണുഭക്തനായി തീരുന്നതും നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹം ഒരിക്കൽ തന്റെ വിമാനത്തിൽ കൈലാസത്തിന് മുകളിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ കാമാരിയാണെങ്കിലും കാമാസക്തനെ പോലെ തന്റെ പ്രിയതമയെ മടിയിൽ പിടിച്ചിരുത്തിക്കൊണ്ട് വിഹരിക്കുന്ന പരമേശ്വരനെ കണ്ടു. അപ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന വിദ്യാധര സ്ത്രീകളോട് ഇപ്രകാരം ചിത്രകേതു പറഞ്ഞു: ഹേ സുന്ദരിമാരെ, നിങ്ങൾ കാണുന്നില്ലേ, ഏത് ഭക്തൻ വന്നാലും ഏത് മഹർഷിമാർ വന്നാലും തന്റെ പ്രേയസിയെ മടിയിൽ നിന്നും മാറ്റാതെ അവിടെ തന്നെ പിടിച്ചിരുത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര ലജ്ജാകരമാണ്. പാർവതീദേവി ഈ വാക്കുകൾ ഒരാകാശവാണി എന്ന പോലെ കേട്ടു. ലോകമാതാവായ തന്നെയും പരമേശ്വരനെയും നിന്ദിച്ച ആ പാഷണ്ഡൻ ഒരു അസുരനായി തീരട്ടെ എന്ന് ദേവി ശപിക്കുകയും ചെയ്തു. ശാപവൃത്താന്തം അറിഞ്ഞ ചിത്രകേതു ഉടൻ തന്നെ പാർവതീദേവിയെയും പരമേശ്വരനെയും പോയി കാണുകയും ഒരു ഭക്തൻ പറയുന്നതിന്റെ പൊരുൾ അറിയാതെ അവനെ ശപിക്കുന്നത് ശരിയല്ല എന്നും തനിക്ക് ശാപമോക്ഷം പോലും ആവശ്യമില്ല എന്നും പറഞ്ഞു അവിടെ നിന്നും വിഷ്ണുനാമങ്ങളും കീർത്തനങ്ങളും പാടിക്കൊണ്ട് നടന്നകന്നു. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.